നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. പരീക്ഷ എന്നത് ജൂൺ മാസം 14-ാം തീയതി, അതായത് 100-ാമത്തെ ദിവസം, ഇന്ന് മുതൽ 100-ാമത്തെ ദിവസം പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ ഒരു 100 ദിവസം മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുടെ മുന്നിലുള്ളൂ. അപ്പൊ 100 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുവാനായിട്ട് തന്നിരിക്കുന്ന സിലബസ് കണ്ടു കാണും എല്ലാവരും, അല്ലെ? അതായത് KAS-ന്റെ പ്രിലിമിനറിക്കും മെയിൻ പരീക്ഷയ്ക്കും തന്നിരിക്കുന്നത് ഒരേ സിലബസ് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് സിലബസ് തന്നിരിക്കുന്നത് എന്നാണ്, ഇന്ന് മാർച്ച് മാസം 7-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 17-ാം തീയതിയോടുകൂടിയാണ് ഇതിന്റെ മെയിൻ പരീക്ഷ വരുന്നത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 7 മാസത്തോളം സമയമുണ്ട് മെയിൻ പരീക്ഷയ്ക്ക്. പക്ഷെ പ്രിലിമിനറി കടന്നെങ്കിൽ മാത്രമേ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ടുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, പ്രിലിമിനറി പരീക്ഷ വിജയിക്കുക എന്നതായിരിക്കണം നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ പ്രിലിമിനറി പരീക്ഷ എന്നത് എങ്ങനെയായിരിക്കുമെന്ന് പല ആളുകൾക്കും അറിയില്ലായിരുന്നു. കാരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പരീക്ഷ ആദ്യമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വരും പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എന്നറിയാൻ പാടില്ലാതെ എല്ലാവരും അവരവരുടെ യുക്തി പോലെ അങ്ങ് ചെയ്തു. പക്ഷേ അതിന്റെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കാര്യം എന്താ? അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് സ്ട്രീം 1, അതായത് ഓപ്പൺ കാറ്റഗറിയിൽ എഴുതിയ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും മെയിൻ പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 2160 മാർക്ക്. അതായത് 200 മാർക്കിൽ നടന്ന പരീക്ഷയിൽ നിന്ന് 77 മാർക്കോ അതിന് മുകളിലോ നേടിയ ആളുകളാണ് വിജയിച്ചത്. അപ്പോൾ എത്ര ശതമാനം മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നൊന്ന് കൂട്ടി നോക്കിക്കേ. 38% അതിൽ കൂടുതലോ മാർക്ക്, അല്ലെ 39, അതായത് 40% മാർക്ക് പോലും ഇവിടെ മേടിക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു പ്രിലിമിനറി പാസ്സാകാനായിട്ട്. ഇനി സ്ട്രീം 2 എന്ന് പറയുന്ന നോൺ ഗസറ്റഡ് ഓഫീസർ കാറ്റഗറിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പരീക്ഷയുടെ പ്രിലിമിനറി വിജയിക്കുവാൻ വേണ്ടി വന്ന മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര ശതമാനം മാർക്ക്? ഏകദേശം ഒരു 30% മാർക്ക് മതിയായിരുന്നു സ്ട്രീം 2-ൽപ്പെട്ടവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട്. ഇനി സ്ട്രീം 3 എന്ന് പറഞ്ഞ ഗസറ്റഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവര് 608 പേര് മാത്രമേ ക്ലിയർ ചെയ്തുള്ളൂ. അവർക്ക് വേണ്ടി വന്ന മാർക്ക് എത്രയെന്നറിയാവൂ? 25% മാർക്ക്. അതായത് സ്ട്രീം 1-ൽ 2160 പേര് മെയിൻ പരീക്ഷ എഴുതുവാൻ യോഗ്യത നേടിയപ്പോൾ അവർക്ക് നേടേണ്ടി വന്ന മാർക്ക് എന്ന് വെച്ചാൽ 40% മാർക്ക് നേടിയവർ ക്വാളിഫൈ ചെയ്തു. സ്ട്രീം 2-ൽ ആകെ ക്വാളിഫൈ ചെയ്ത ആളുകൾ എത്രയാണ്? 10,000-കണക്കിന് ആളുകളിൽ നിന്ന് ആകെ ക്വാളിഫൈ ചെയ്ത ആളെന്ന് വെച്ചാൽ 1048 പേര് മാത്രമാണ് ക്വാളിഫൈ ചെയ്തത്. അവർക്ക് കിട്ടിയ മാർക്കോ 30% മാർക്ക്. ഗസറ്റഡ് കാറ്റഗറിയിൽ ആയിരക്കണക്കിന് വരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് എഴുതിയിട്ട് അവരിൽ നിന്നും പാസ്സായ ആളുകൾ 608 പേരാണ്. കിട്ടിയ മാർക്കോ 25% മാർക്ക്. അതായത് പാസ് മാർക്ക് പോലും വേണ്ടി വന്നില്ല സ്ട്രീം 2-ലും സ്ട്രീം 3-ലും കിടക്കാനായിട്ട്. സ്ട്രീം 1 ആണെങ്കിലോ ജസ്റ്റ് പാസ് മാർക്ക്. അപ്പോൾ ഓർക്കുക, അന്ന് സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഇവിടെ പലർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളിൽ പലരും കാലിടറി മൂക്കും കുത്തി വീഴുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും താഴ്ന്നു പോയത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ ഒരിക്കലും ഇത്രയും താഴ്ന്ന നിലവാരത്തിലുള്ള കട്ട് ഓഫ് ആയിരിക്കുകയില്ല. കാരണം ഈ ഒരു കട്ട് ഓഫ് നിലവാരം കണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് മുന്നോട്ട് വരും. മാത്രമല്ല അന്നത്തെ സമയത്ത് 2020-ൽ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ KAS എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പഠനം നടത്തുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പൊ സ്ട്രീം 2-ലും സ്ട്രീം 3-ലും ഒക്കെ മത്സരം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. സ്ട്രീം 1-ലേതുപോലെ നല്ല രീതിയിൽ തന്നെ മത്സരം ഉണ്ടാകും. പക്ഷെ ഇവിടെ വിജയിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. കാര്യം എന്താ? നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്ന മേഖല, അല്ലെ? അതായത് ജൂൺ മാസം 14-ാം തീയതി മോർണിംഗ് സെഷനിൽ നടത്തപ്പെടുന്ന 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ, അതിന്റെ ആ ഒരു സിലബസ് നോക്കിയാൽ മാർക്ക് എത്രയൊക്കെ വിധമാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞ മേഖല കേരള, ഇന്ത്യ, വേൾഡ്, കേരളത്തിലെ കൾച്ചർ മുതലായ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ മേഖലയിൽ നിന്നും 40 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അതേപോലെ പോളിറ്റി, അഡ്മിനിസ്ട്രേഷൻ മുതലായ മേഖലയിൽ നിന്നും 30 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. മാത്സ് ആൻഡ് റീസണിങ് മെന്റൽ എബിലിറ്റി മേഖലയിൽ നിന്നും
15 മാർക്കിന്റെ ചോദ്യം, അങ്ങനെ 100 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നും നമുക്ക് 50% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ഓർക്കുക, ഇവിടെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ 1, അതായത് മെയിൻ പരീക്ഷയ്ക്ക് 3 പേപ്പറുകളാണുള്ളത്. ആ മെയിൻ പരീക്ഷയുടെ 3 പേപ്പറുകളിൽ പേപ്പർ 1 എന്ന് വെച്ചാൽ ഹിസ്റ്ററി മാത്രമാണ്. അതിന് 100 മാർക്കുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്ററി നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ പ്രിലിമിനറിക്ക്. അതേപോലെ പേപ്പർ 2 എന്ന് പറയുന്നതിൽ ഇന്ത്യൻ പോളിറ്റി എന്നൊരു മേഖലയാണ്. അതിൽ 50 മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. പിന്നെയോ ജോഗ്രഫിയും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 2 മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. എത്രയായിരിക്കും? പോളിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ജോഗ്രഫി ഇപ്പുറത്തെ 3ാമത്തെ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പേപ്പറുകൾ നമ്മൾ പ്രിലിമിനറിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പരീക്ഷ, ഏത് പരീക്ഷ, മെയിൻ പരീക്ഷയ്ക്ക് നമുക്കത് മുതൽക്കൂട്ടായിട്ട് മാറും. അപ്പോൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പറ്റാത്ത മേഖലകളാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കണക്കറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു വിഷയം വേണമെങ്കിൽ ഉപേക്ഷിക്കാം. കാര്യം എന്താ? മെയിൻ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട്, അല്ലെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ അവിടെ വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പേപ്പർ 1 പഠിക്കുമ്പോൾ ഹിസ്റ്ററിയും പോളിറ്റിയും ജോഗ്രഫിയും കൂടുതൽ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പ്രിലിമിനറി ക്ലിയർ ചെയ്യാനുള്ള 50% മാർക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് കിട്ടും. 50 മാർക്ക് ഇവിടുന്ന് നേടാനായിട്ട് സാധിക്കും. ഇനി ഇപ്പുറത്തെ പേപ്പർ 2 ആണ് ഇനിയുള്ളത്. പേപ്പർ 2, ഈ പേപ്പർ 2 നോക്കിക്കേ, മലയാളം 30 മാർക്കുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യം അറിയുന്ന മേഖല, മാതൃഭാഷയാണ്. അപ്പൊ ഭരണഭാഷയും കൂടി കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ 30 മാർക്ക് മലയാളത്തിൽ നിന്ന് കിട്ടും. ഇംഗ്ലീഷ് 20 മാർക്ക് പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം നമ്മൾ പല പരീക്ഷകൾക്ക് പഠിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയും എക്കണോമിക്സും ആണ്. ഇത് കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മേഖലയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഏകദേശം 26ഓളം ചോദ്യം ഉണ്ടായിരുന്നു. എക്കണോമിക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 24ഓളം ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രിലിമിനറി പഠിക്കുമ്പോൾ ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾക്കും ഒരല്പം പ്രാധാന്യം കൊടുത്ത്, ഒന്നുകിൽ എക്കണോമിക്സിനോ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കോ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇവിടെ ഈ ഒരു പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ മാത്രം വേണ്ടുന്ന ഒരു പഠനം നടത്തുക. അതായത് ഇവിടെ ഒരു 60% മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു 110 മാർക്ക് കിട്ടും. ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ ഒരു 100 മാർക്ക് എന്ന് പറയുന്നത് സ്ട്രീം 1-ലുള്ളവർക്ക് സേഫ് മാർക്ക് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു 80% മാർക്ക് അല്ലെങ്കിൽ 80 മാർക്ക് എന്ന് പറയുന്നത് സ്ട്രീം 2-ലുള്ളവർക്ക് ഒരു സേഫ് മാർക്ക് ആയിരിക്കും. ഒരു 70 മാർക്ക് എന്ന് പറയുന്നത് നേടുന്നത് സ്ട്രീം 3-ലുള്ള ആളുകൾക്ക് ഒരു സേഫ് മാർക്ക് ആയിരിക്കും. അതായത് നമ്മുടെ മുന്നിലുള്ള 100 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ 2 പേപ്പറുകളിലുമായിട്ട് എളുപ്പം കവർ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ച് പ്രിലിമിനറി ക്ലിയർ ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം. അപ്പോൾ പേപ്പർ 1-ൽ ഹിസ്റ്ററിയും പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷനും ജോഗ്രഫിയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനുള്ള പേപ്പർ 1-ൽ ഒരു 50% മുകളിൽ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. കാര്യം 85 മാർക്കും വരുന്നത് ഈ 3 ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും 50 മാർക്ക് നമുക്ക് കിട്ടും. ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ മലയാളം തീർച്ചയായിട്ടും പഠിക്കണം, ഇംഗ്ലീഷ് തീർച്ചയായിട്ടും പഠിക്കണം. എന്നിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ എക്കണോമിക്സിലോ ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു 60% മാർക്ക്, 60 മാർക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ നോക്കിയാൽ ടോട്ടൽ 60ഉം ഇവിടെ നിന്ന് ഒരു 50 കിട്ടിയ 55% മാർക്ക് നമുക്ക് കിട്ടും. അതായത് 40% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ സ്ട്രീം 1-നെ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 55% മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പ്രിലിമിനറി പഠിക്കാൻ പറ്റും. അപ്പോൾ പ്രിലിമിനറി പിടിച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ മെയിൻ പരീക്ഷയ്ക്ക് നമ്മൾ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ പ്രിലിമിനറിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ബാക്കി പുറത്തുള്ള എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മെയിൻ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തില് KAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ബാസിസ് അക്കാഡമിയിലുണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമുക്കുണ്ട്. നമ്മുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചേർത്തലയാണ്. ചേർത്തല കേന്ദ്രമാക്കിയിട്ടുള്ള നമ്മളുടെ ഈ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ 9th മാർച്ച്, മാർച്ച് 9-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ സൺഡേയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതായത് ഒട്ടും സമയമില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു,
മറ്റന്നാൾ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ സ്ട്രീം 2-ലും സ്ട്രീം 3-ലും ഉള്ള ആൾക്കാരാണ്. കാരണം മത്സരം എന്ന് പറയുന്നത് സ്ട്രീം 1-ൽ ഏറ്റവും കൂടുതലാണ്. കാരണം ഫുൾ ടൈം പഠനത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അവർ എന്ന് പറയുന്നത്. സ്ട്രീം 2-ലും സ്ട്രീം 3-ലുമുള്ള ആളുകൾ വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ലീവ് കിട്ടുന്ന കാര്യം സംശയമൊക്കെയാണ്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറ്റുന്ന പഠന സമയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് ഒരു ഈവനിങ് ബാച്ച് നമ്മൾ ഓഫ്ലൈൻ കോച്ചിങ്ങിന്റെ ഒരു ഈവനിങ് ബാച്ച് ചേർത്തലയിലുണ്ട്. ഈ ഈവനിങ് ബാച്ചിൽ എടുക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സിലും നൽകുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലോ ഓഫ്ലൈൻ ക്ലാസ്സിലോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സമയം നമ്മുടെ മുന്നിൽ അധികമില്ല. ചുരുങ്ങിയ സമയം പഠനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ആ സ്മാർട്ട് വർക്ക് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ സ്വാഗതം. ഓൾ ദ ബെസ്റ്റ്.